നമസ്കാരം. ഇസ്ലാമിക രാഷ്ട്രമായ UAE ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. അതായത് ബ്രിട്ടീഷ് സർവകലാശാലകളിൽ ഈ UAEയിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ സ്കോളർഷിപ്പ് നൽകി പഠിപ്പിക്കേണ്ടതില്ല എന്നാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. അതിൻ്റെ കാരണം കേട്ടാൽ തീർച്ചയായും നമുക്കൊക്കെ അതിശയമുണ്ടാക്കുന്ന ഒരു കാരണമാണ്. അതായത് ബ്രിട്ടനിൽ ജിഹാദി ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഇസ്ലാമിസ്റ്റുകൾ വ്യാപകമായി പണിയെടുക്കുകയാണ്. ഇവരുടെ കൂത്തരങ്ങായി മാറിയിരിക്കുകയാണ് അവിടുത്തെ സർവകലാശാലകൾ. ലിബറലിസത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ഒക്കെ പേര് പറഞ്ഞ് ബ്രിട്ടനിലെ സർവകലാശാലകളിൽ വലിയ രീതിയിൽ കൂത്താട്ടം നടത്തുന്നത് ജിഹാദി ആശയക്കാരാണ്. അവർ ഈ ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും ജിഹാദിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. തീവ്രവാദത്തിൻ്റെ കവാടങ്ങളായി ഇവർ മാറിയിരിക്കുന്നു. ഇവർ പലസ്തീനെക്കുറിച്ചും ജമ്മു കാശ്മീരിനെ കുറിച്ചുമൊക്കെ സംസാരിക്കുന്നു. ലോകം മുഴുവൻ ഒരു കാലിഫയുടെ കീഴിൽ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ഇസ്ലാം അല്ലാത്ത എല്ലാവരെയും കൊന്നൊടുക്കാനുള്ള പദ്ധതി തയ്യാറാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ നടക്കുന്ന സർവകലാശാലകളിൽ UAEയുടെ വിദ്യാർത്ഥികൾ പഠിക്കേണ്ട, UAEക്കാരായ പൗരന്മാർ അവരുടെ വിദ്യാർത്ഥികൾ തീവ്രവാദത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ കടുത്ത തീരുമാനം UAE പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് UAE സ്കോളർഷിപ്പ് നൽകി പഠിപ്പിക്കുന്ന, സ്വന്തം വിദ്യാർത്ഥികളെ സ്കോളർഷിപ്പ് നൽകി പഠിക്കാൻ അയക്കുന്ന ധാരാളം സർവകലാശാലകളുണ്ട്, വിദേശ സർവകലാശാലകളുണ്ട്. അമേരിക്കയുടെയും ഫ്രാൻസിൻ്റെയും സിംഗപ്പൂരിലെയും ഒക്കെ സർവകലാശാലകളിൽ UAEയുടെ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അവർക്ക് UAE സർക്കാരിൻ്റെ സഹായം നൽകുന്നുണ്ട്, സ്കോളർഷിപ്പ് നൽകുന്നുണ്ട്. ആ പട്ടികയിൽ നിന്നാണ് ഇപ്പോൾ ബ്രിട്ടനെ UAE വെട്ടി നീക്കിയിരിക്കുന്നത്. അതിന് കാരണം പറയുന്നത് തീവ്ര ഇസ്ലാമിസ്റ്റ് ആശയങ്ങൾ പഠിപ്പിക്കുന്നു, തീവ്രവാദത്തിലേക്ക് കുട്ടികളെ വഴിതെറ്റിച്ച് വിടാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവരെ പഠിപ്പിക്കുന്നില്ല, ഞങ്ങൾ അവരെ ബ്രിട്ടനിൽ അയച്ചു പഠിപ്പിക്കുന്നില്ല എന്ന തീരുമാനമാണ് UAE എടുത്തിരിക്കുന്നത്. ഒന്നോർക്കണം, UAE ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ്. അവർ കൃത്യമായി തന്നെ തീവ്രവാദത്തിൻ്റെ അപകടം എന്താണ് എന്ന് മനസ്സിലാക്കുന്നു. UAE നമുക്കറിയാം, ഒരു വികസിത രാജ്യമാണ്, ധാരാളം എണ്ണ നിക്ഷേപമുള്ള രാജ്യമാണ്, എണ്ണ കൊണ്ട് തന്നെ സമ്പന്നമായ ഒരു രാജ്യമാണ്. ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ പുരോഗതിയും വികസനവും എല്ലാം വളരെ പ്രധാനമാണ്. ആ വികസനത്തിനും പുരോഗതിക്കുമൊക്കെ തടസ്സം നിൽക്കുന്ന ഒന്നാണ് ഇസ്ലാമിക തീവ്രവാദം. ഇസ്ലാമിക രാഷ്ട്രമാണ്. ഇസ്ലാമിക മതവും ഇസ്ലാമിക തീവ്രവാദവും തമ്മിൽ എത്രമാത്രം വ്യത്യാസമുണ്ട് എന്ന് കൃത്യമായി അളന്ന് കുറിച്ച് തിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു രാജ്യമാണ് UAE. അതുകൊണ്ട് തന്നെ തീവ്രവാദ ആശയക്കാരെ അവർ അകറ്റി നിർത്തുന്നുണ്ട്. അത് UAEയിൽ എന്നല്ല, UAEയിൽ ഒരു കാരണവശാലും അനുവദിക്കില്ല, മറ്റു രാജ്യങ്ങളിലും അനുവദിക്കില്ല എന്നിപ്പോൾ കൃത്യമായി തന്നെ UAE പറഞ്ഞിരിക്കുകയാണ്. കാരണം ഇസ്ലാമിസ്റ്റുകളുടെ വിളയാട്ടം തന്നെ ഇപ്പോൾ ബ്രിട്ടനിൽ നടക്കുകയാണ് എന്നതിന് യാതൊരു സംശയവും വേണ്ട. UAE അത് പറയുന്നത് വളരെ കൃത്യമായ കാര്യമാണ്. കാരണം അത്രമാത്രം സംഭവ വികാസങ്ങൾ ബ്രിട്ടനിൽ നിന്നും ഈ അടുത്ത കാലത്തായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹിന്ദു ക്ഷേത്രങ്ങളും ഹിന്ദുക്കളുടെ മറ്റ് ആശ്രമങ്ങളും അതുപോലെ തന്നെ ഹിന്ദുക്കളുടെ വീടുകളുമെല്ലാം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ബ്രിട്ടനിൽ ആക്രമിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. ജിഹാദികളെ കൊണ്ട് മുട്ടുകയാണ് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ. ഇവർ ക്യാമ്പസുകളിലും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ക്യാമ്പസുകളിൽ നിന്നും തീവ്രവാദത്തിലേക്ക് ഇവർ റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട് ആളുകളെ. അതുകൊണ്ട് തന്നെയാണ് UAE ബ്രിട്ടനിൽ നിന്നും വേറിട്ട് നിൽക്കാൻ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. ഒരു ഇസ്ലാമിക രാഷ്ട്രം അങ്ങനെ തീരുമാനമെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ്. UAE മാത്രമല്ല, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും തീവ്രവാദം കടന്നു വരാതിരിക്കുവാൻ, റാഡിക്കലൈസേഷൻ സമൂഹത്തിൽ നടക്കുന്നില്ല എന്നുറപ്പുവരുത്തുവാൻ എല്ലാ രാജ്യങ്ങളും ശ്രമിക്കാറുണ്ട്. കാരണം അത് അവരുടെ മുന്നോട്ടുള്ള പോക്കിനെ, അവരുടെ വികസനത്തെ തടസ്സപ്പെടുത്തും. നാളെ ഒരു കാലത്ത് രാജ്യത്തിൻ്റെ ഐക്യത്തെയും അഖണ്ഡതയെയും പോലും അതില്ലാതാക്കുമെന്ന് ഇസ്ലാമിക രാജ്യങ്ങൾക്ക് പോലും നല്ല ബോധ്യമുണ്ട്. ഈ സമയത്താണ് നമ്മളെ കേരളത്തിലെ പോലെയുള്ള ചില സമൂഹങ്ങൾ ഇത്തരത്തിൽ എല്ലാവിധ സഹായവും ഇസ്ലാമിക ജിഹാദി പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകൾക്ക് നടത്തി കൊടുക്കുന്നത്. അവരുടെ തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിച്ചാലും അവർക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നു. അവരുടെ തെറ്റുകുറ്റങ്ങൾ ഇല്ലാതാക്കാനുള്ള രാഷ്ട്രീയ സ്വാധീനം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു. ഈ രീതിയിൽ പോപ്പുലർ ഫ്രണ്ടും SDPIയും എല്ലാം ഈ കേരളത്തിൻ്റെ മണ്ണിലാണ് തഴച്ചു വളർന്നത് എന്നോർക്കണം. ഇവർക്ക് LDFൻ്റെയും UDFൻ്റെയും പിന്തുണയുണ്ട്. പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ നിരോധിച്ചതുകൊണ്ട് മാത്രമാണ് അവരിൽ നിന്നും ഈ രണ്ട് മുന്നണികളും അകലം പാലിക്കുന്നത്. പക്ഷേ ആ നിരോധനത്തിൻ്റെ തൊട്ടു തലേന്ന് വരെ പോപ്പുലർ ഫ്രണ്ടിനെയും അതുപോലെ തന്നെ SDPIയെയും എല്ലാം ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ടുള്ളവരാണ് കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ. ഹമാസിൻ്റെ തീവ്രവാദിയെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടത്തെ ഒരു റാലിയെ അഭിസംബോധന ചെയ്യിച്ച് സംസാരിപ്പിച്ചത് കേരളത്തിലാണ്.
ലോകമെമ്പാടും മരിക്കുന്ന തീവ്രവാദികൾക്ക് വേണ്ടി കേരളത്തിൽ മയ്യത്ത് നമസ്കാരം നടക്കുന്നുണ്ട്. മാത്രമല്ല കേരളത്തിൽ ഇത്തരത്തിലുള്ള ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾക്ക് എല്ലാവിധ രാഷ്ട്രീയ പിന്തുണയും 4 വോട്ടിന് വേണ്ടി ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ അംഗീകാരം കൊടുക്കുന്നു. അതിനുവേണ്ടി അല്ലെങ്കിൽ ഈ പറയുന്ന ഇസ്ലാമിക തീവ്രവാദത്തെ കണ്ടില്ല എന്ന് നടിക്കുകയും ഇസ്ലാം മതത്തെയും ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെയും ഒരു വേർതിരിക്കുന്ന രേഖ അതിനെ കണ്ടില്ല എന്ന് നടക്കുന്നു. ആ രേഖ മായ്ച്ചു കളയാനുള്ള എല്ലാ ശ്രമവും നടത്തുകയാണ് കേരളത്തിലെ സമൂഹം എന്നത്. ഈ കേരളം ഉൾപ്പെടെയുള്ള സമൂഹം ഇത്തരത്തിൽ UAE പോലെയുള്ള രാജ്യങ്ങളെ കണ്ടുപഠിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഭാവിയിൽ അവരുടെ തലമുറ സുരക്ഷിതമായിരിക്കണമെങ്കിൽ ഇത്തരത്തിൽ റാഡിക്കലൈസേഷൻ അല്ലെങ്കിൽ തീവ്ര നിലപാടുകാരെ സമൂഹത്തിൽ നിന്നും ഇല്ലായ്മ ചെയ്തേ മതിയാകൂ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.